അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരിക്കൽ ഒരു മഹാൻ വിജനമായൊരു മരുഭൂമിയിലൂടെ സ്വലാത്ത് ദിക്റൊക്കെ ചൊല്ലി സോളോ വൈബിൽ മുന്നോട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് മോനെ നല്ല ഉശിരുള്ളൊരു കുതിരപ്പുറത്ത് ഒരു പട്ടാളക്കാരൻ്റെ മാസ് എൻട്രി. പട്ടാളക്കാരൻ തൻ്റെ കുതിരയെ മഹാന്റെ മുമ്പിൽ ഡ്രിഫ്റ്റ് ചെയ്തങ്ങ് നിർത്തി. എന്നിട്ട് മഹാനെ അടിമുടി അങ്ങ് നോക്കി. മഹാന്റെ കോലും ചേലൊക്കെ കണ്ടപ്പോ പട്ടാളക്കാരൻ ചോദിച്ചു, എക്സ്ക്യൂസ് മീ, ആർ യു എ സ്ലേവ്? താനൊരു അടിമയാണോ? ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയ ശങ്കിനോട് ബൈ ഒരു ചായ എന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? അതേ സിറ്റുവേഷൻ. പക്ഷെ നമ്മുടെ മഹാൻ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് പറഞ്ഞു, അതെ, ഞാനൊരു അടിമയാണ്. ഓഹോ, എങ്കിൽ എവിടെയാടോ ഇവിടെ ജനവാസ സ്ഥലമുള്ളത്? പട്ടാളക്കാരന്റെ ഈ ചോദ്യത്തിന് മഹാൻ വിരൽ ചൂണ്ടിയത് തന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു മക്ബറയിലേക്കാണ്. അടിമ തന്നെ ഊക്കിയതാണോ എന്ന് പട്ടാളക്കാരന് ചെറിയൊരു സംശയമായി. പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഹേ ഡ്യൂഡ്, ഞാൻ ഉദ്ദേശിച്ചത് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അത് ശരി, അത് തന്നെയല്ലേ ചെറുക്കാൻ ഞാൻ കാണിച്ചെന്നത്? മഹാൻ ഉറപ്പിച്ചു പറഞ്ഞു. ആഹാ, ഒരടിമയ്ക്ക് ഇത്ര ധൈര്യം! ബ്രോ ഗോട്ട് ആങ്കർ ഇഷ്യൂസ്. ദേഷ്യം വന്നു. ഇതിങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ. തന്റെ കയ്യിലുണ്ടായിരുന്ന ചാട്ടവാറ് കൊണ്ട് പട്ടാളക്കാരൻ മഹാന്റെ തലക്ക് ഒരു അടി അങ്ങ് കൊടുത്തു. മഹാന് സാരമായ പരിക്ക് പറ്റി. തലയിൽ നിന്ന് രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി. പക്ഷെ പട്ടാളക്കാരന്റെ ദേഷ്യം തീർന്നില്ല. കുതിരക്ക് മുകളിൽ ഇരുന്ന് തന്റെ ഒരു കൈ കൊണ്ട് മഹാനെ വലിച്ചിയച്ച് മരുഭൂമിയിലൂടെ ജനവാസമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി. രംഗം കണ്ട ആളുകളൊക്കെ അവിടേക്ക് തടിച്ചുകൂടി. എന്താ സംഭവം എന്ന് അറിയണല്ലോ. പട്ടാളക്കാരൻ നടന്ന കാര്യങ്ങളൊക്കെ ഒരു ഹീറോയെ പോലെ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. പെട്ടെന്നാണ് ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞത്. എല്ലാവരും ചോദിച്ചു, എന്തു പറ്റി? ആൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അയാള് മഹാന്റെ മുഖത്തേക്ക് വിരലിങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് എല്ലാവരും മഹാന്റെ മുഖം കാണുന്നത്. എല്ലാവരും പരിഭ്രാന്തരായി. ഓടിച്ചെന്ന് അവരൊക്കെ മഹാന്റെ കൈ ചുംബിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ പട്ടാളക്കാരന് പേടിയായി തുടങ്ങി. അല്ലാ, കുഴപ്പമായോ? കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, എടാ അഹങ്കാരി, നീ ആരെ അടിച്ചെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ആരാ? ഒരു അടിമല്ലേ? അടിമ? നീ അടിച്ചത് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇത് കേട്ട പട്ടാളക്കാരൻ ആകെ ഇല്ലാതായി. കാരണം താൻ അടിച്ചത് ആത്മീയ ലോകത്തെ സെലിബ്രിറ്റിനെ. തന്റെ കുതിരപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങി ഇബ്നു അദ്ഹം തങ്ങളെ കയ്യും കാലും ചുംബിച്ചോണ്ട് പട്ടാളക്കാരൻ മാപ്പിരക്കാൻ തുടങ്ങി. പക്ഷേ ദുനിയാവിനൊരു അണുമണിത്തൂക്കം പോലും വില നൽകാത്ത ഇബ്നു അദ്ഹം തങ്ങൾക്ക് ഇതൊക്കെ വെറും ചീട് കേസാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു അദ്ഹം തങ്ങൾ അത് മുഴുവനും ക്ഷമിച്ചു കൊടുത്തു. അപ്പോ അവിടെ കൂടിയതിൽ ഒരാള് ഇബ്രാഹിം അദ്ഹം തങ്ങളോട് ചോദിച്ചു, ഇബ്നു അദ്ഹം തങ്ങളെ, നിങ്ങൾ അല്ലെങ്കിലും എന്തിനാണ് ആദ്യം തന്നെ ഒരടിമയാണ് എന്ന് പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഈ അടിയൊക്കെ അവിടെ ഉണ്ടായത്. ഇബ്നു അദ്ഹം തങ്ങള് ഇത് ചോദിച്ച വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, അവൻ എന്താ എന്നോട് ചോദിച്ചത്? നീ ഒരു അടിമയാണോ എന്നല്ലേ? ഐ ആം അല്ലാഹ് സ്ലേവ് മാൻ, ദാറ്റ്സ് മൈ ഫ്ലെക്സ്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാടാ. അത് പറഞ്ഞതിനാണ് അവൻ എന്നെ അടിച്ചതെങ്കിൽ എന്റെ റബ്ബ് അതിനെനിക്ക് പ്രതിഫലമേ നൽകൂ. അതെനിക്ക് കിട്ടാൻ കാരണക്കാരൻ ഈ പട്ടാളക്കാരനാണല്ലോ. അതിനെനിക്ക് അവനോട് നന്ദി മാത്രമേ ഉള്ളൂ. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇതും പറഞ്ഞ് ഇബ്നു അദ്ഹം തങ്ങള് അവിടെ നിന്ന് യാത്രയായി. പട്ടാളക്കാരനും സന്തോഷവാനായി അവിടെ നിന്ന് തിരിഞ്ഞുപോയി. ഇത് വെറും ഒരു കഥയല്ല ഗൈസ്, ഒരു വൈബ് ചെക്ക് കൂടിയാണ്. എപ്പോഴെങ്കിലും ഞാനൊരു മുസ്ലിം ആണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എൻ്റെ റബ്ബിന്റെ അടിമയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു പ്രൗഡ് ഫീലിംഗ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയും ആരാ നമ്മുടെ റബ്ബെന്നോ എന്താ നമ്മുടെ ദീനിന്റെ പവറെന്നോ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. എന്നാ പിന്നെ ലെറ്റ്സ് തിങ്ക് അബൌട്ട് ദാറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.